സഭകളിൽ ലേഖനങ്ങൾ വായിപ്പിക്കണം എല്ലാവരെയും കൊണ്ട്. ആ ലേഖനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവും കൃപാവരമുള്ള ശുശ്രൂഷകൻ അത് ശുശ്രൂഷിക്കണം. അപ്പോഴാണ് ആ കൂടി വന്ന വിശ്വാസികൾക്ക് ആത്മീയമായ ദൂതുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്തോത്രത്തിൽ ആരംഭിച്ച് വേണം ആരാധന ആരംഭിക്കേണ്ടത്. സ്തോത്ര തലവന്മാരുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. അവരും കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി പോയി കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ആദ്യം സ്തോത്രമാണ് ചൊല്ലിയത്. അവർ സ്തോത്രം ചൊല്ലി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കൊടിയെ കാറ്റടിക്കുന്നത് പോലെയും തീനാളങ്ങളാൽ പിളരുന്ന നാവുകളാൽ ഇറങ്ങി വന്നു. ആത്മാവ് അവരിൽ എല്ലാവരും വ്യാപരിച്ചു. ഇത് മാതൃകയാണ്. ഇത് നമ്മൾ നോക്കാതെ നമ്മൾക്ക് തോന്നിയതുപോലെ ചെയ്താൽ ദൈവരാജ്യ സുവിശേഷമാകില്ല. ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയപ്പെട്ടവർ, നമുക്ക് പ്രധാനപ്പെട്ടൊരു വാക്യം കൂടെ വായിക്കണം. കാരണം എല്ലാം കൂടെ പറയാൻ സമയം പോരാ. അതുകൊണ്ട് പ്രധാനപ്പെട്ടൊരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുകയും 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള ഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോജിത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കുമ്പോഴാണ് പിതാവായ ദൈവം അവിടെ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്നാര് പറയുന്നു? സർവശക്തനായ കർത്താവ് പറയുന്നു. ഇതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അവിടെ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കൂടി വായിക്കണം നമ്മൾ. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞെന്താണ്? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചോളാം.